നമസ്കാരം. നൈജീരിയൻ വ്യോമസേനയുടെ കരുത്തായി കണക്കാക്കപ്പെട്ടിരുന്ന JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതായാണ് അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ വിമാനങ്ങൾ നൈജീരിയയുടെ വ്യോമ പ്രതിരോധത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും വിന്യാസത്തിന് പിന്നാലെ നിരവധി സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ആശങ്കകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. വിമാനത്തിൻ്റെ ആധുനിക സംവിധാനങ്ങൾ മുതൽ അടിസ്ഥാന ഘടന വരെ നീളുന്ന പ്രശ്നങ്ങൾ ഈ യുദ്ധവിമാനങ്ങളുടെ വിശ്വാസ്യതയും പ്രായോഗികതയും ഗൗരവകരമായി ബാധിച്ചിരിക്കുന്നു. വിമാനത്തിലെ ഏവിയോണിക്സ് സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന നിരന്തരമായ പിഴവുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യുദ്ധവിമാനത്തിൻ്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കുന്ന സെൻസറുകൾ, റഡാറുകൾ, മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിലെ തകരാറുകൾ വ്യോമസേനയുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. വിമാനം പറത്തുന്നതിനിടെ വിവരങ്ങൾ അപഗ്രഥിക്കുന്നതിലും ശത്രുവിനെ തിരിച്ചറിയുന്നതിലും സോഫ്റ്റ്വെയർ ഗ്ലിച്ചുകൾ വില്ലനാകുന്നുണ്ട്. ഇതിനു പുറമെ വിമാനത്തിൻ്റെ ലോഹ ഘടനയിൽ രൂപപ്പെടുന്ന വിള്ളലുകൾ ഗൗരവകരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രം പറന്ന വിമാനങ്ങളിൽ പോലും ഇത്തരം വിള്ളലുകൾ കണ്ടെത്തുന്നത് നിർമ്മാണത്തിലെ അപാകതകളിലേക്കും ഗുണനിലവാരമില്ലാത്ത അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. വെറും 3 വിമാനങ്ങൾ മാത്രമുള്ള ചെറിയൊരു വ്യൂഹത്തെ പരിപാലിക്കുന്നത് തന്നെ ഇപ്പോൾ നൈജീരിയയ്ക്ക് വലിയ ബാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. വിവര കൈമാറ്റത്തിനായുള്ള ലിങ്ക് 17 ഡാറ്റ ലിങ്ക് സംവിധാനത്തിൻ്റെ കുറഞ്ഞ വേഗതയാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ആധുനിക യുദ്ധമുഖത്ത് വിമാനങ്ങൾ തമ്മിലും കൺട്രോൾ റൂമുമായും അതിവേഗത്തിൽ വിവരങ്ങൾ കൈമാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ലിങ്ക് 17 വഴിയുള്ള ഡാറ്റ കൈമാറ്റത്തിലെ ഇഴച്ചിൽ യുദ്ധസമയത്തെ തത്സമയ പ്രതികരണങ്ങളെ ബാധിക്കുന്നു. ശത്രുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ മറ്റ് വിമാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് സൈനിക നീക്കങ്ങളുടെ ഫലപ്രാപ്തിയെ കുറയ്ക്കുന്നു. ഇത് നൈജീരിയൻ വ്യോമസേനയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായാണ് മാറുന്നത്. പരിപാലന രംഗത്തെ അഥവാ മെയിൻ്റനൻസിലെ ബുദ്ധിമുട്ടുകൾ വിമാനങ്ങളുടെ ലഭ്യതയെയും സാരമായി ബാധിച്ചിരിക്കുന്നു. ആവശ്യമായ സ്പെയർ പാർട്സുകളുടെ ക്ഷാമവും സങ്കീർണമായ അറ്റകുറ്റപ്പണി രീതികളും കാരണം പല വിമാനങ്ങളും മാസങ്ങളോളം ഹാങ്ങറുകളിൽ തന്നെ കിടക്കേണ്ടി വരുന്നു. ഇത് നൈജീരിയയുടെ വ്യോമസേനയുടെ ആകെ തയ്യാറെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നു. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടാൻ വിമാനങ്ങൾ സജ്ജമല്ലാത്ത അവസ്ഥ ഏതൊരു രാജ്യത്തിനും സുരക്ഷാ ഭീഷണിയാണ്. ചൈനീസ് പാക് സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുള്ള ഈ വിമാനങ്ങളുടെ പരിമിതികൾ വരും ദിവസങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സൈനിക ഉടമ്പടികളെയും ആയുധ വാങ്ങലുകളെയും പുനർചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ JF-17 വിമാനങ്ങളുടെ ഭാവി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ആധുനിക യുദ്ധവിമാനങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും ഘടനാപരമായ ബലഹീനതകളും സാങ്കേതിക പിഴവുകളും ഈ വിമാനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. നൈജീരിയയെപ്പോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യത്തിന് ഇത്രയേറെ പരിപാലന ചെലവുള്ളതും എന്നാൽ പ്രവർത്തനക്ഷമത കുറഞ്ഞതുമായ വിമാനങ്ങൾ വലിയ ബാധ്യതയായി മാറുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.